അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖാണോ? നോമ്പൊക്കെ ഉണ്ടല്ല. പരീക്ഷയ്ക്ക് പോണ്. പള്ളിയിൽ പരീക്ഷയാണ്. അങ്ങനെ ഞാൻ മസ്റുമോളെ ഒരുക്കുന്ന ഒരു വീഡിയോ ആണ് ഇടുന്നത്. എനിക്ക് നോമ്പുണ്ട്, ഉമ്മാക്കുണ്ട്, നാത്തൂനുണ്ട്. ബാക്കി ആർക്കും നോമ്പില്ല. കാരണം വെച്ചാൽ പാപ്പാക്ക് വയ്യാത്തതുകൊണ്ട് നോമ്പ് പിടിക്കാൻ പറ്റൂല, ഗുളികയൊക്കെ കഴിക്കണം. അപ്പം ഞാൻ മസ്റുമോളെ ഒരുക്കുകയാണ്. നമുക്ക് റാബിയത്തെ തന്ന ഡ്രസ്സാണ് കേട്ടോ. അപ്പം മസ്റുമോള തലയൊക്കെ കെട്ടിയാണ്, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. മുടി മടക്കി കെട്ടിയില്ലെങ്കിൽ ഭയങ്കര ചൂടാണ് ഇപ്പോഴേ. ഭയങ്കര ചൂടല്ലേ ഇപ്പോഴേ. നമുക്ക് 9 മണിക്ക് കറണ്ട് പോകുമെന്ന് പറഞ്ഞ് അറിയില്ല. പതിനൊന്ന് മണി വരെ ഉണ്ട് പരീക്ഷ. മസ്റുമോൾക്ക് ഇതൊക്കെ നമുക്ക് പ്രമോഷൻ വർക്കിന് കിട്ടിയ ബണ്ണാണ് കേട്ടോ. നമുക്ക് നല്ല എതത്തിനിരിക്കും. പിന്നെ കരിയൊന്നും വരച്ചു കൊടുക്കുന്ന കണ്ടിട്ടില്ലല്ലേ ഞങ്ങൾ? ഞാൻ കരിയൊന്നും അങ്ങനെ വരയ്ക്കൂല. ഇനി ശുന്നരി മോളാക്കട്ടെ മച്ചി. ശുന്നരി വിയർക്കുന്ന നല്ലവർക്ക് പരീക്ഷ എഴുതണം കേട്ടാ. രണ്ടോട്ടം വായിച്ചിട്ട് എഴുതണേ. അറിഞ്ഞൂടാത്തതേ സംശയം ഉണ്ടെങ്കിൽ ഉസ്താദിൻ്റെ അടുത്ത് ചോദിക്കണം. ഉസ്താദ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരും. ഇത് നമ്മുടെ ഈ RCMൻ്റെ ഒരു അലോവേറയുടെ ഒരു ക്രീമുണ്ട്, അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് പൗഡർ അലർജിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് തുമ്മുന്നത്. ഈ മുഖത്ത് വെളുപ്പ് പറ്റുന്ന കണ്ടില്ലേ, അതുകൊണ്ട് അങ്ങനെ ഒരുക്കി. നമുക്കിന്ന് പണിക്കാരുണ്ട് കേട്ടാ. നോമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ചിക്കൻ ഒന്ന് മേടിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ചിക്കനാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂട്ടാം, ബീഫ് നമുക്ക് കൂട്ടാൻ പറ്റൂല. പിന്നെ മഫ്ത എടുത്തിട്ട് വരും. പിന്നെ പരീക്ഷയ്ക്ക് പോകാനുള്ള ഒരുക്കമാണ്. 10 മണിക്കാണ് മദ്രസ പരീക്ഷ. പർദ്ദ നമുക്ക് കുറച്ച് ഇപ്പം ഇതാണ് ലെങ്ത് കുറഞ്ഞു പോയി. അപ്പം പിന്നെ ഞാൻ വിചാരിച്ച് കൈയുള്ള ഡ്രസ്സ് ആകുമ്പോഴത്തേക്ക് കണ്ട എങ്ങനെയുണ്ട് മസ്റുമോള്? അൽഹംദുലില്ലാ, മാഷാഅല്ലാഹ്, അടിപൊളിയല്ലേ? അവള് തന്നെയാണ് പറഞ്ഞത്. ഒരു പാട്ട് പാടിക്കൊടുക്കാൻ എല്ലാവർക്കും. ഇപ്പൊ പള്ളിയിൽ പഠിച്ച പാട്ട് പാടിക്കൊടു. സൽസരണയില ലാസ്റ്റത്തെ പാട്ട് ബിസ്മി ചൊല്ലിയുറങ്ങണം, കിബില നോക്കിയുറങ്ങണം, വലതു ചരിഞ്ഞു കിടക്കണം, ഹംദ് കൊണ്ടെഴുന്നേൽക്കണം. എന്നെ ഉണർത്തിയതല്ലാഹു, എന്നെ ഉറക്കിയതല്ലാഹു, ജീവൻ നൽകിയതല്ലാഹു, ഹംദു നിനക്ക് യാ അല്ലാഹ്. ഇപ്പോഴും മദ്രസയിൽ കുറച്ച് അവിടെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ മദ്രസയിൽ 3 വർഷം കൊണ്ട് ചേർക്കുന്നുണ്ട്. ഇപ്പോഴാണ് മദ്രസയിൽ പോകാൻ അവർക്ക് പറ്റിയത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് തൊട്ട് ഫ്രണ്ടിൽ പള്ളിയാണെങ്കിലും ഇതുവരെ TC അവിടെ നിന്ന് വാങ്ങിയില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ അവിടെ പരീക്ഷയ്ക്ക് പോവുകയാണ്. ഇനി ഞാനും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പോവും. ഓട്ടോ വിളിച്ചിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ. പിന്നെ അവിടെ കാത്തിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മറ്റേ സർജറി ചെയ്യുന്നൊരു കുട്ടീൻ്റെ
ആ വീഡിയോ ഇപ്പം കുറച്ച് ക്യാൻസലാക്കി. കാരണം എന്ന് വെച്ചാൽ അവർക്ക് പൈസ ആരോ കൊടുക്കാമെന്ന് പറഞ്ഞെന്ന്, അവരെ ഫാമിലിയിൽ ആരോ കൊടുക്കാമെന്ന് പറഞ്ഞെന്ന്. അപ്പോൾ പിന്നെ അതല്ലേ നമുക്ക് നല്ലത്, അവരച്ഛൻ്റെ ഫാമിലി കുറച്ച് സഹായിക്കാമെന്ന് പറഞ്ഞെന്ന്. അപ്പോൾ നമുക്കത് ക്യാൻസലാക്കിയിട്ടുണ്ട്. അപ്പോഴും എല്ലാ പൈസയും കൂടെ നമുക്ക് വേണ്ടല്ലോ, ലാസ്റ്റ് നമുക്ക് പ്രൂഫും ഹോസ്പിറ്റൽ ബില്ലൊക്കെ കാണിക്കണ്ടേ നിങ്ങളുടെ അടുത്ത്. അതുകൊണ്ട് അവർ പറഞ്ഞ് ഇന്നലെ രാത്രി വിളിച്ചപ്പോൾ പറഞ്ഞ് അച്ഛൻ്റെ ഫാമിലി സഹായിക്കാമെന്ന് പറഞ്ഞെന്ന്. അപ്പോൾ പിന്നെ അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്താൽ മതി, നമുക്ക് സഹായം വേണ്ട. അതുകൊണ്ട് ഇനിയിപ്പോൾ വേറെ 2 പേരെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നോമ്പായതുകൊണ്ട് ചൂടും ആയതുകൊണ്ട് എനിക്ക് പുറത്ത് യാത്ര ചെയ്യാൻ പറ്റുമോ എന്തോ അറിയില്ല, നോക്കട്ടെ. എന്തെങ്കിലും ഒരു ബറാത്ത് രാവിൻ്റെ ബർക്കത്തും കൊണ്ട് എന്തെങ്കിലും ഒരു നന്മ ചെയ്യണം എന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ മദ്രസയിൽ പോകാനൊക്കെ ഉള്ള ഒരുക്കങ്ങളാണ്. മോളെ ഒരുക്കി എൻ്റെ മക്കളെ അതിനെടുത്തിട്ട് വാ. അപ്പോൾ ഇനിയുള്ള ഞാനൊരു പ്രൊമോഷൻ വർക്ക് ചെയ്തിട്ടുണ്ട് മുൻ വീഡിയോസിൽ. അപ്പോൾ നിങ്ങളെൻ്റെ കൂടെ കാണണം, എനിക്ക് സപ്പോർട്ട് വേണം. എന്നാലും എനിക്ക് എന്തെങ്കിലും നമുക്കാ സഹായിക്കുന്നതിന് തടയിടുന്നു. നമ്മുടെ ഈ വരുമാനത്തിൽ നിന്ന് എന്തെങ്കിലും ഹോസ്പിറ്റൽ ഇതിനോ ഡ്രസ്സിനോ ഭക്ഷണത്തിനോ ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അൽഹംദുലില്ലാഹ് റാഹത്ത്. ഇങ്ങനെ ഞാനും ഒരുങ്ങാനുള്ള ഒരുക്കമാണ്. പിന്നെ ഉമ്മിച്ചിട്ട് കറുത്ത ചുരിദാറും എടുത്തിട്ട് അതിൻ്റെ ഇതും സെറ്റും പാൻറ്റും എല്ലാം എടുത്തിട്ട് കേട്ടാ. കഴിവിട്ടിട്ടുണ്ട്, അതെല്ലാം എടുത്തിട്ട് വാ. അപ്പം ഞാനും ഒരുങ്ങി പോകാനുള്ള ഒരുക്കമാണ്. ഇപ്പോൾ 10 മണിക്ക് 9:55 എത്തണമെന്ന് പറഞ്ഞു ഉസ്താദ്. അപ്പോൾ ഇതൊക്കെയാണ്, നമുക്ക് പണിക്കാരുണ്ട്. പിന്നെ നമ്മൾ ആരെന്ത് പറഞ്ഞാലും നമ്മൾ തിരിച്ച് പ്രതികരിക്കാൻ പോകില്ല. എൻ്റെ ഉമ്മയും ബാപ്പയൊക്കെ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചേക്കുന്നത്. പിന്നെ എന്ന് വെച്ചാൽ ഒരു പരിധി കൂടുതലൊക്കെ ആണെങ്കിൽ നമ്മൾ നോമ്പിനെ ബഹുമാനിക്കണം, നമ്മളെല്ലാം ബഹുമാനിക്കണം, കാര്യങ്ങളെല്ലാം ചെയ്യണം. ഒരാളെ കുത്തി നോവിച്ചിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളെയൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണം. ഇന്നൊരു തിരിച്ചു വരുമ്പോൾ ഒരു ചെറിയ ചിക്കൻ മേടിച്ചുകൊണ്ട് വരണമെന്നും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള കാലം നമ്മൾ എത്ര നന്മ ചെയ്താലും തിന്മ പറയാൻ ആൾക്കാരുണ്ട്, അതൊന്നും ഞാൻ മൈൻഡ് ആക്കണില്ല. ഇനി കൊച്ചുമക്കൾക്ക് കാപ്പിയും കൊടുത്ത് പോവുകയാണ്. അതിത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.